വെൽക്കം ടു റിജു ആൻഡ് പി എസ് കെ ഓൺലൈൻ ക്ലാസ്സസ്. നമ്മളിന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണെന്ന് കാണേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മളതിൽ ഐഡിയൽ ഗ്യാസിൻ്റെ ഡെഫിനിഷൻ വരെ, അല്ലെങ്കിൽ വാട്ട് ഈസ് എ കണ്ടീഷൻ ഫോർ എ ഗ്യാസ് ടു ബി കോൾഡ് ആസ് ആൻ ഐഡിയൽ ഗ്യാസ്, അവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇന്ന് നമുക്ക് ആ കൈനറ്റിക് തിയറി എന്ന് പറയുന്ന ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് കാണാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, ദർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ അതിൽ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ചാപ്റ്ററിൻ്റെ പേര് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്നാണെങ്കിലും അതിൻ്റെ പോസ്റ്റുലേറ്റ്സ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ഇപ്പോഴാണ്. കാരണം കൈനറ്റിക് തിയറി പറയുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെയാണ് ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പോസ്റ്റുലേറ്റിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൻ്റെ മെയിൻ പോസ്റ്റുലേറ്റ്സ്, ഞാനത് പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ടെക്സ്റ്റ് വായിക്കില്ല. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ പോസ്റ്റുലേറ്റ്സ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി പോയിൻറ്റ്സ് ഒന്ന് നോക്കിക്കോളൂ. ബോർഡ് എക്സാമിനൊക്കെ, സ്റ്റേറ്റ് ബോർഡുകാർക്ക് ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കാവുന്നൊരു ക്വസ്റ്റനാണ് പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ ആണ്. സോ ദ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ഇസ് അബൌട്ട് ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ. ഒന്ന്, സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് molecule, and according to the kinetic theory, the molecules of a gas are supposed to be tiny and spherical particles. Spherical shape ആണ്, വളരെ ചെറുതാണ്. And all the molecules of a gas are identical in all the properties. ഓക്കെ, അപ്പോൾ സൈസ് ആൻഡ് ഷേപ്പ് അങ്ങനെയാണ്. അപ്പോൾ കാര്യം അത് പിടികിട്ടിയിട്ടുണ്ടാവും. എല്ലാ ഒരേപോലത്തെ, അതായത് എല്ലാ തരത്തിലും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള മോളിക്യൂൾസാണ് ഒരു ഗ്യാസിനുണ്ടാവുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് ഒരു ഗ്യാസ് നമ്മൾ എൻക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൻ്റെ അകത്ത് ഗ്യാസ് ഉണ്ട്. സോ ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് എന്ന് പറഞ്ഞാൽ, വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്താണോ ആ കണ്ടെയ്നറിൻ്റെ വോളിയം എന്ന് പറയുന്നത്, അതേ വോളിയം തന്നെയാണ് ഗ്യാസ് മോളിക്യൂൾ, ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇതൊരു ക്ലോസ്ഡ് കണ്ടെയ്നറാണ്. ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് സം ഗ്യാസ് ഇസ് എൻക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെ വോളിയമാണ്? ഈ കണ്ടെയ്നറിൻ്റെ വോളിയമാണ്. ലെറ്റ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ ബി വി. അപ്പോൾ കണ്ടെയ്നറിൻ്റെ വോളിയം വി ആണ്. പക്ഷേ മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആക്ച്വൽ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വളരെ 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 ചെറുതല്ലേ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ റൂമിൽ ഗ്യാസ് ഉണ്ട്, പലതരത്തിലുള്ള ഗ്യാസുകൾ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ പല ഗ്യാസുകൾ ഉണ്ടാകാം. ഈ ഗ്യാസുകൾ ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ വോളിയം ഓഫ് ദ റൂം. പക്ഷേ ഈ മുറിയിലുള്ള എല്ലാ ഗ്യാസ് മോളിക്യൂളിനെയും കൂടെ ഞാൻ കംപ്രസ് ചെയ്ത് കൊണ്ടുവന്നാൽ ചിലപ്പോൾ ഒരു ബോക്സിനകത്ത് ഉൾക്കൊള്ളിക്കാവുന്നതേ ഉണ്ടാവുള്ളൂ. അതായത് അവിടെ ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു മുറിക്കകത്തുള്ള ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ അത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ആക്ച്വൽ വോളിയം അല്ല, ഇറ്റ് ഈസ് ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂളാണ്. അപ്പോൾ വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾസ് ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ ദ ആക്ച്വൽ വോളിയം ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ. ഇപ്പോൾ ഇതിനകത്ത് കുറേ ഗ്യാസ് മോളിക്യൂൾ ഉണ്ട്. ഈ എല്ലാ ഗ്യാസ് മോളിക്യൂളിനെയും കൂടെ നിങ്ങൾ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ ചെറിയൊരു ഫ്രാക്ഷൻ, ഇത്രയും ഫ്രാക്ഷനിൽ ഉൾക്കൊള്ളിക്കാവുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ അവിടെ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ വളരെ കുറവായതുകൊണ്ട് അത് ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് മൊത്തം സ്പ്രെഡ് ആയിരിക്കുന്നു. അതാണ് കാര്യം. അപ്പോൾ ഇങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് കണ്ടെയ്നറിൻ്റെ അകത്ത് നമ്മൾ എൻക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദർ ഈസ് എ പ്രോബബിലിറ്റി ഓഫ് കൊളീഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾ. അതടുത്ത പോസ്റ്റുലേറ്റ് ആണ്. ഇൻസൈഡ് ദ കണ്ടെയ്നർ ദ ഗ്യാസ് മോളിക്യൂൾസ് വിൽ കൊളൈഡ് ഈച്ച് അതർ ആൻഡ് ഓൾസോ ദേ വിൽ കൊളൈഡ് വിത്ത് റെസ്പെക്ട് ടു ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പോൾ അവിടെ കൊളീഷൻ നടക്കുന്നുണ്ട്. അടുത്ത നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ദ പ്രഷർ ഇൻസൈഡ് ദ ഗ്യാസ് മോളിക്യൂൾസ് ഇസ് എ റിസൾട്ട് ഓഫ് ദിസ് കൊളീഷൻ. ഏത് കൊളീഷൻ? രണ്ട് ടൈപ്പ് ഓഫ് കൊളീഷൻ നടക്കുന്നുണ്ട്. ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ് നടക്കുന്നുണ്ട്, ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കൊളീഷൻ്റെയും റിസൾട്ടായിട്ട് വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രഷർ എക്സ്പീരിയൻസ്ഡ് ഇൻസൈഡ് ദ കണ്ടെയ്നർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കണ്ടെയ്നറിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള ഗ്യാസ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യും. ആ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ആ കൊളീഷൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. മോളിക്കുലാർ ലെവൽ കൊളീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൊമെൻറ്റം എക്സ്ചേഞ്ച് ചെയ്യും. ആൻഡ് ദറ്റ് റേറ്റ് ഓഫ് മൊമെൻറ്റം എക്സ്ചേഞ്ച്
is called as the force experienced, and that force per unit area is called as the pressure inside the gas. ഇനി ഇവർ കൊളീഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു. ഈ കൊളീഷൻ നടക്കുമ്പോൾ ഇപ്പോൾ ആദ്യം ഒരു ഗ്യാസ് മോളിക്യൂൾ, ഇവിടെ ഒരു ഗ്യാസ് മോളിക്യൂൾ ഉണ്ട്, തൊട്ടടുത്തായിട്ട് വേറൊരു ഗ്യാസ് മോളിക്യൂൾ. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾ ഇതുമായിട്ട് കൊളൈഡ് ചെയ്തു. കൊളീഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റാൻഡമായിട്ട് വേറെ ഡയറക്ഷനിലേക്ക് പോവാം. അപ്പോൾ ആഫ്റ്റർ കൊളീഷൻ ഈ ഗ്യാസ് മോളിക്യൂൾ ഇങ്ങോട്ടേക്കും അടുത്ത ഗ്യാസ് മോളിക്യൂൾ ഇങ്ങോട്ടേക്കും പോയി എന്ന് വിചാരിക്കുക. ആൻഡ് വെൻ ദേ ട്രാവൽ ദേ എൻകൗണ്ടർ വിത്ത് അനദർ മോളിക്യൂൾ ആൻഡ് ഗെറ്റിംഗ് ഇൻ ടു ദ നെക്സ്റ്റ് കൊളീഷൻ. പക്ഷേ ഇവിടെ രണ്ട് കൊളീഷനുകൾക്കിടയ്ക്ക് ഈ ഗ്യാസ് മോളിക്യൂളുകൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇതാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. സോ ബിറ്റ്വീൻ ടു കൊളീഷൻസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ഗ്യാസ് മോളിക്യൂൾ വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ. അതിനെയാണ് നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് രണ്ട് കൊളീഷനുകൾക്കിടയ്ക്കുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ട്രാവൽഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾ ഇസ് കോൾഡ് ആസ് എ മീൻ ഫ്രീ പാത്ത്. അതിനെപ്പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് അല്ല. അപ്പോൾ രണ്ട് കൊളീഷനുകൾക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ്, സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയാം. ആ രണ്ട് കൊളീഷനുകൾക്കിടയ്ക്ക് ഒരു ചെറിയ ടൈം ഇൻ്റർവൽ ഉണ്ടാവില്ലേ മക്കളെ? ഒരു കൊളീഷൻ നടന്ന് തൊട്ടടുത്ത കൊളീഷൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഫ്രാക്ഷൻ ഓഫ് ടൈം ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ് ഇസ് കോൾഡ് ആസ് ദ റിലാക്സേഷൻ ടൈം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് ആയിട്ട് വരുന്നത്. എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, പിന്നെ ഐഡിയൽ ഗ്യാസ് ആയതുകൊണ്ട് അത് ഓൾറെഡി നോൺ ആണ്. ആസ് ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ഗ്യാസ് which is contained inside the system, there is no force of interaction between the gas molecules. ഗ്യാസ് മോളിക്യൂളുകൾ തമ്മിൽ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് എന്തിൻ്റെ റിസൾട്ട് ആയിരിക്കും? ഈ ഗ്യാസ് മോളിക്യൂളുകളും അതുപോലെ ഈ പറയുന്ന വാൾസ് ഓഫ് ദ കണ്ടെയ്നറുമായിട്ടുള്ള കൊളീഷൻ്റെ റിസൾട്ടാണ് ഈ ഗ്യാസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ മക്കളെ? അതേ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണ്? ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് നമ്മൾ ഗ്യാസ് മോളിക്യൂൾ എൻക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരേ ടൈപ്പ് ഓഫ് ഗ്യാസ് മോളിക്യൂൾ ആണെങ്കിൽ ദേ വിൽ ബി ഐഡൻറ്റിക്കൽ ഇൻ ഓൾ ആസ്പെക്ട്സ്. സൈസ്, ഷേപ്പ് എല്ലാം ഒരേപോലെ ഇരിക്കും. ദേ വിൽ ബി ടൈനി ആൻഡ് സ്പെരിക്കൽ ഇൻ ഷേപ്പ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഗ്യാസ് മോളിക്യൂൾസ് വിൽ travel randomly in all directions inside the gas molecule, and when they travel in different directions they will be colliding with the nearby molecules. ആ നിയർബൈ മോളിക്യൂൾസുമായിട്ട് നടക്കുന്ന കൊളീഷൻ ഇലാസ്റ്റിക് ആണ്. ആ കൊളീഷൻ രണ്ട് കൊളീഷനുകൾക്കിടയ്ക്ക് ഗ്യാസ് മോളിക്യൂൾസ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇറ്റ് വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ പാത്ത് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് എ മീൻ ഫ്രീ പാത്ത്. ആൻഡ് ദ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ് ഇസ് കോൾഡ് ആസ് ദ റിലാക്സേഷൻ ടൈം. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? രണ്ടാമത്തെ ആദ്യം നമ്മളൊരു പോയിന്റ് മിസ് ആയി പോയില്ലേ? ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ് ഈസ് മച്ച് ലെസ്സർ ദാൻ ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. പിന്നെ അതുപോലെ തന്നെ ഐഡിയൽ ഗ്യാസുകളാണ് കണ്ടെയ്നറിൻ്റെ അകത്തിരിക്കുന്നതെങ്കിൽ ദർ വിൽ ബി നോ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ മെയിനായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ട പോയിന്റുകൾ. ഒരു കാര്യം കൂടെ അവിടെയുള്ളത്, ഇതിനകത്ത് ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് ഗ്യാസ് മോളിക്യൂളുകൾ ഉള്ളപ്പോൾ ഇവരുടെ പല ഗ്യാസ് മോളിക്യൂൾസ് പല വെലോസിറ്റിയിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ദേ വിൽ ബി ട്രാവലിംഗ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് വിത്ത് ഡിഫറെൻറ്റ് വെലോസിറ്റി, ആൻഡ് ദ velocity distribution of the gas molecules is based on the Maxwell's law. അവിടെ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നൊരു ഡിസ്ട്രിബ്യൂഷൻ കർവ് എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ അതിൽ പറയുന്ന കാര്യം കൂടുതൽ അങ്ങോട്ട് മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിലബസിൽ അത്രയും ഡീപ്പായിട്ട് സ്ട്രെസ് ചെയ്യാത്തൊരു പോയിൻ്റാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് ഞാൻ വെലോസിറ്റിയും അതുപോലെ തന്നെ നമ്പർ ഓഫ് മോളിക്യൂൾസിനെയും തമ്മിൽ പ്ലോട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് വെലോസിറ്റി. അപ്പോൾ പല മോളിക്യൂൾസിന് പല വെലോസിറ്റിയിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള മോളിക്യൂൾസിന് ഒരു മീൻ വെലോസിറ്റി പറയണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജെയിംസ് ക്ലാസ് മാക്സ്വെൽ ഇങ്ങനൊരു ഡിസ്ട്രിബ്യൂഷൻ കർവ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന കർവ് വരുന്നത് ഏതാണ്ടൊക്കെ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷൻ കർവ് വരിക. ഈ ഒരു കർവ് എക്സ്പെരിമെൻ്റലി നമ്മൾ പ്ലോട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗ്യാസ് മോളിക്യൂൾസ് ഇൻസൈഡ് ദ കണ്ടെയ്നർ ആർ ട്രാവലിംഗ് അറ്റ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് വെലോസിറ്റി. എല്ലാ വെലോസിറ്റി വാല്യൂസിലും കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട്. വളരെ ചെറിയ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും വളരെ വലിയ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും എണ്ണം വളരെ കുറവാണ്. ഇത് ലോ വെലോസിറ്റി അല്ലേ? ഇത് വെരി ഹൈ വെലോസിറ്റി അല്ലേ? ഈ ലോ വെലോസിറ്റിയിലും ഹൈ വെലോസിറ്റിയിലും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ ഇൻ ബിറ്റ്വീൻ ദം ഒരു മീഡിയം വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന മോളിക്യൂൾസ് ആണ് മാക്സിമം ഉള്ളത്. അതിൽ തന്നെ നമുക്ക് എന്ത് പറയാം?
the maximum number of molecules are traveling with this velocities. ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ട്രാവൽ ചെയ്യുന്നത് ഈ വെലോസിറ്റിയിലാണ്. ഈ ഒരു റേഞ്ച് ഓഫ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദിസ്. ഇത് ഈ ഗ്രാഫിൻ്റെ എഡ്ജ് വളരെ ഷാർപ്പാണെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ തന്നെയാണ് എല്ലാം മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് ട്രാവൽ ചെയ്യുന്നതെന്ന് പറയാം. ഇവിടെ ഇവിടം മുതൽ ഇവിടം വരെ ഉള്ള വെലോസിറ്റി വാല്യൂസിലാണ് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളതെന്ന് പറയാം. സോ ദ വെലോസിറ്റി ഒക്യുപ്പൈഡ് ബൈ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻസൈഡ് ദ കണ്ടെയ്നർ ഇസ് കോൾഡ് ആസ് ദ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ആൻഡ് ദാറ്റ് ഈസ് റിട്ടൺ ആസ് V is equal to root of 2RT divided by M, where M represents the molar mass of the gas. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻസൈഡ് ദ കണ്ടെയ്നർ വിൽ ട്രാവൽ, അല്ലെങ്കിൽ ട്രാവൽ അല്ല, ഇറ്റ് വിൽ ബി പ്രൊപ്പഗേറ്റിംഗ് ഇൻ ഓൾ ഡയറക്ഷൻസ് ഇൻസൈഡ് ദ കണ്ടെയ്നർ. ഓക്കെ, അപ്പോൾ ഇതാണ് കൈനറ്റിക് തിയറിയുടെ ഡിഫറെൻറ്റ് പോസ്റ്റ്ലേറ്റ്സ്. NCERT ടെക്സ്റ്റ് മസ്റ്റായിട്ടും വായിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ ഓരോന്നായിട്ട് ബൈഹാർട്ട് ചെയ്തില്ലെങ്കിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കണം. പ്രത്യേകിച്ചും കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ഇതിൻ്റെ തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മക്കളെ, ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ, ദാറ്റ് ഈസ് EQ, പാർട്ടീഷൻ ഓഫ് എനർജി ആൻഡ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് ഇനി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. EQ പാർട്ടീഷൻ ഓഫ് എനർജി ഗ്യാസ് മോളിക്യൂളുകൾക്ക് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു തിയറമാണ്. അപ്പോൾ ഈ തിയറം പറയുന്നതനുസരിച്ച് ഒരു ഗ്യാസ് മോളിക്യൂൾസിൻ്റെ പല ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ EQ പാർട്ടീഷൻ പറയുന്നതിന് മുമ്പായിട്ട്, EQ പാർട്ടീഷൻ തിയറം പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ കാണേണ്ട ഒരു ടേമാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്? ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ഈ EQ പാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാലും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാലും ഇത് ഗ്യാസ് മോളിക്യൂളുകൾക്ക് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള തിയറിയും ടേംസ് ഒക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്ന് കാണാം. ഇവിടെ നമ്മളിപ്പോൾ നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്നത് ഇമാജിൻ ചെയ്യുക. ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ 3 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. 3 ആൾക്കാർ ഒരു റോയിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നടുവിലിരിക്കുന്ന ആൾക്ക് മുമ്പോട്ടും മൂവ് ചെയ്യാൻ പറ്റും, ബാക്കിലോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അയാൾക്ക് 2 ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. ഞാനതിൻ്റെ എക്സാക്റ്റ് ഡെഫിനേഷൻ ആദ്യം പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അതിലേക്ക് വരാം നമുക്ക്. അപ്പോൾ 3 പേര് ഇരിക്കുന്നതായിട്ട് വിചാരിച്ചോ ഒരു റോയിൽ. അപ്പോൾ അതിൽ സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്ക് മുമ്പോട്ടേക്കും വരാം, ബാക്കിലോട്ടും മൂവ് ചെയ്യാം. 2 ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ അയാൾക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേസമയം 2 എഡ്ജിലായിട്ടിരിക്കുന്ന ആൾക്കാരോ 2 അറ്റത്തായിട്ടിരിക്കുന്ന ആൾക്കാർ മുമ്പിലേക്ക് മൂവ് ചെയ്യാം, ബാക്കിലേക്ക് മൂവ് ചെയ്യാം, സൈഡിലേക്ക് മൂവ് ചെയ്യാം. സോ ദേ ആർ ഹാവിങ് 3 ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് 2 അറ്റത്തിരിക്കുന്ന ആൾക്കാർക്ക്. ഇതേ ഐഡിയ തന്നെയാണ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നത്? ഈ പറഞ്ഞ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പറയും, നമ്മളുടെ എക്സാമ്പിൾ വെച്ച് പറയും, നടുവിലിരിക്കുന്ന ആൾക്ക് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്, പക്ഷേ 2 അറ്റത്തിരിക്കുന്ന ആൾക്കാർക്ക് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് പറയും, സൈഡിലേക്കും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും. അപ്പോൾ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയില്ലേ? സോ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ് in which a particle can move in the coordinate spaces. ഒരു ഗ്യാസ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂളിന് it is a number of possible ways in which a gas molecules can independently move in the coordinate space. അപ്പോൾ എക്സ് ആക്സിസ് ഉണ്ടാവും, വൈ ആക്സിസ് ഉണ്ടാവും, സെഡ് ആക്സിസ് ഉണ്ടാവും, അങ്ങനെ 3 ആക്സിസുകൾ. അപ്പോൾ ഈ കോർഡിനേറ്റ് ആക്സിസിൽ എത്ര തരത്തിൽ ഈ പാർട്ടിക്കിളിന് മൂവ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു നമ്പറാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 തരത്തിലാണ് മൂവ്മെൻറ്റ് ഉള്ളത്. ആരൊക്കെയാണ്? ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, വൈബ്രേഷൻ. സോ ദർ ആർ 3 ടൈപ്സ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം: ട്രാൻസ്ലേഷണൽ ഡിഗ്രി, റൊട്ടേഷണൽ ഡിഗ്രി, വൈബ്രേഷണൽ ഡിഗ്രി. സോ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ദ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഈ 3 പേരുടെയും സമ്മായിരിക്കും വരുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ് ഇൻ വിച്ച് എ പാർട്ടിക്കിൾ ക്യാൻ മൂവ് ഇൻ
ദ കോർഡിനേറ്റ് സ്പേസ് എന്ന് പറയാം. ഇനി മൂവ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ ആണെങ്കിൽ അല്ലെങ്കിൽ മോളിക്യൂൾ ആണെങ്കിൽ ആ മോളിക്യൂളിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോഴ്സ് എനർജി ഏതായിരിക്കും? കൈനറ്റിക് എനർജി ആയിരിക്കും. അപ്പോൾ നമ്മൾ 3 തരത്തിൽ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു പാർട്ടിക്കിളിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഒരു പാർട്ടിക്കിൾ അല്ല ഗ്യാസ് മോളിക്യൂളിന് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കുക? ആ പാർട്ടിക്കിളിന് കോർഡിനേറ്റ് സ്പേസിൽ 3 ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ 3 ഡിഫറെൻറ്റ് രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും. 3 ഡിഫറെൻറ്റ് രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി 3 തരത്തിലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നല്ലേ. ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 3 ഡയറക്ഷനുകളിലായിട്ട് അതിൻ്റെ കൈനറ്റിക് എനർജി ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ദിസ് പാർട്ടീഷൻ ഓഫ് കൈനറ്റിക് എനർജി ഇസ് ഹാപ്പനിങ് ഈക്വലി. അതാണ് ആര് പറയുന്നത്? EQ പാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത്. അപ്പോൾ EQ പാർട്ടീഷൻ തിയറം പറയുന്നത് എന്താണ്? ഇൻ ദ കോർഡിനേറ്റ് സ്പേസസ് വൈൽ ദ ഗ്യാസ് മോളിക്യൂൾസ് ആർ മൂവിങ് ഇറ്റ്സ് എനർജി ഈസ് ഈക്വലി ഡിവൈഡഡ് ഇൻ ഓൾ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ്. ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ ടോട്ടൽ എനർജി, ടോട്ടൽ എനർജി എന്ന് ഉദ്ദേശിക്കുന്ന കൈനറ്റിക് എനർജിയാണ്. കാരണം ഐഡിയൽ ഗ്യാസ് മോളിക്യൂൾ ആയതുകൊണ്ട് അവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ ആരുണ്ടാവില്ല? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല. വർക്ക് എനർജി തിയറത്തിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഫോഴ്സ് ഇസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഇൻ്റഗ്രൽ F.dr എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗ്യാസ് മോളിക്യൂളുകൾ തമ്മിൽ അട്രാക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ അവർ തമ്മിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല ഐഡിയൽ ആണെങ്കിൽ. അപ്പോൾ ഐഡിയൽ ഗ്യാസ് മോളിക്യൂളുകൾക്ക് ടോട്ടൽ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഗ്യാസ് മോളിക്യൂളുകളുടെ ടോട്ടൽ എനർജി നമ്മൾ എന്താ പറയുക? ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇന്റേണൽ എനർജി. അപ്പോൾ ഗ്യാസ് മോളിക്യൂളുകളുടെ ഐഡിയൽ ഗ്യാസ് മോളിക്യൂളുകളുടെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നതിൽ ആരുടെ കോൺട്രിബ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ? കൈനറ്റിക് എനർജിയുടെ മാത്രം കോൺട്രിബ്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂളുകളുടെ ടോട്ടൽ ഇന്റേണൽ എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഇറ്റ് ഈസ് ഈക്വലി ഡിവൈഡഡ് ബിറ്റ്വീൻ ഓൾ ദ അവൈലബിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നാണ് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് തിയറി, EQ partition of the theorem of EQ partition of energy, each degree of freedom has an energy E0 equal to half into kBT. kB is the Boltzmann's constant and T is the temperature at which the gas molecules are kept. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. EQ partition തിയറിയുടെ ഫണ്ടമെൻ്റൽ ആണ്. അപ്പോൾ ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ ടോട്ടൽ എനർജി അതിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും എത്ര എനർജി ഉണ്ടാവുള്ളൂ? അറ്റ് എ ടെമ്പറേച്ചർ T, എനർജി പൊസസ്ഡ് ബൈ ഈച്ച് ഡിഗ്രി ഓഫ് ഫ്രീഡം ഈക്വൽ ടു ഹാഫ് kBT. അപ്പോൾ 10 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ 10/2 kBT ആണ് ആ ഗ്യാസ് മോളിക്യൂളിൻ്റെ ടോട്ടൽ എനർജി വരുന്നത്. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാലും ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാലും കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാലും ഇവിടെ സെയിം മീനിങ് ആണ്. കാരണം ഇന്റേണൽ എനർജി ഇസ് എ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഗ്യാസ് മോളിക്യൂളുകൾ ഐഡിയൽ ആണെങ്കിൽ നമ്മൾ ആരെ കൺസിഡർ ചെയ്യേണ്ട? പൊട്ടൻഷ്യൽ എനർജിയെ കൺസിഡർ ചെയ്യേണ്ട. ബിക്കോസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് എ റിസൾട്ട് ഓഫ് ദ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ. ഇവിടെ അതില്ലല്ലോ. ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ ഇല്ലാതെ വരുമ്പോഴല്ലേ അത് ആരായിട്ട് മാറുന്നത്? ഐഡിയൽ ഗ്യാസ് മോളിക്യൂളായിട്ട് മാറുന്നത്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇതാണ് ഗ്യാസ് മോളിക്യൂളുകളുടെ EQ പാർട്ടീഷൻ തിയറം പറയുന്നത്. ഇത്രേ പറയുന്നുള്ളൂ കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വേണമെങ്കിൽ ടെക്സ്റ്റിൽ വായിച്ചാൽ അറിയാം. The total available energy of a gas molecule is equally divided in its all available degrees of freedom. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്ന് കണ്ടു. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ഒരു ഡെഫിനിഷൻ കൂടെ കൊടുക്കാം. ആദ്യം കൊടുത്ത ഡെഫിനിഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ് ഇൻ വിച്ച് എ ഗ്യാസ് മോളിക്യൂൾ ക്യാൻ മൂവ് ഇൻ ദ കോർഡിനേറ്റ് സ്പേസസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ ഈസ് ബീയിങ് ഡിവൈഡഡ്. എത്ര തരത്തിൽ അല്ലെങ്കിൽ എത്ര ഡയറക്ഷനുകളിൽ അല്ലെങ്കിൽ എത്ര തരത്തിൽ ആ ഗ്യാസ് മോളിക്യൂളിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി ഡിവൈഡ് ചെയ്യുന്നുണ്ടോ അത്രയാണ് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിനി എന്ത് കാണാം? ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ഗ്യാസ് മോളിക്യൂളുകളെ നമുക്ക് കൺസിഡർ ചെയ്യാം. മോണോ അറ്റോമിക് എടുക്കാം, ഡയറ്റോമിക് എടുക്കാം, പിന്നെ ട്രൈറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ എടുക്കാം, പിന്നെ അങ്ങോട്ട് പോളി അറ്റോമിക് മോളിക്യൂൾ. അതിനൊരു ജനറലായിട്ടൊരു ഇക്വേഷനൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാം. ഇത് മക്കളെ കാണിക്കുന്നത് ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ എനർജിയാണ്. ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ എനർജി ഹാഫ് kBT ആണെങ്കിൽ ഒരു മോളിൻ്റെ എനർജി എത്രയായിരിക്കും? ഇത് E0 ഈക്വൽ ടു ഹാഫ് kBT എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ എനർജി ഓഫ് വൺ മോളിക്യൂളാണ്. ഒരു മോളിക്യൂളിന് ഇത്ര എനർജി ഉണ്ട്. സോ വാട്ട് ഈസ് ദ എനർജി ഓഫ് വൺ മോൾ? ഒരു മോളിക്യൂളിന് ഇത്ര എനർജി ഉണ്ടെങ്കിൽ ഒരു മോളിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ബൈ അവഗാഡ്രോ നമ്പർ. അപ്പോൾ അതിനെ ഞാൻ
ഇ എന്ന് എഴുതുകയാണ്. ഇ ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ ഇൻറ്റു E0 എന്ന് എഴുതിയാൽ പോരെ. ഒരാളുടെ എനർജി ഇത്ര. അപ്പോൾ ഒരു മോളിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വാട്ട് ഈസ് ദ ആൻസർ? ഹാഫ് ഇൻറ്റു KBT ഇൻറ്റു NA. ഇവിടെ നമുക്ക് അറിയാവുന്ന എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? വി ഹാവ് KB ഇൻറ്റു NA. പഠിച്ചതാണല്ലോ കുറച്ച് നേരത്തെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ. യൂണിവേഴ്സൽ, ദ റേഷ്യോ ഓഫ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആൻഡ് അവഗാഡ്രോ നമ്പർ ഇസ് കോൾഡ് ആസ് ദ ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റൻറ്റ്. R ഡിവൈഡഡ് ബൈ NA ഈക്വൽ ടു KB. അപ്പോൾ നമുക്ക് KB ഇൻറ്റു NAക്ക് പകരം ആരെ കൊടുത്താൽ മതി? ആറിനെ കൊടുത്താൽ മതി. സോ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന റിലേഷൻ എന്താണ്? E ഈക്വൽ ടു ഹാഫ് ഇൻറ്റു RT എന്നുള്ളതാണ്. സോ E ഈക്വൽ ടു ഹാഫ് RT എന്ന് പറയുന്നത് ആരുടെ എനർജിയാണ്? ഓഫ് 1 മോൾ ഓഫ് ദ സബ്സ്റ്റൻസ്. അപ്പോൾ ഒരു മോളിൻ്റെ എനർജി എന്ന് പറയുന്നത് ഹാഫ് RT, ഒരു മോളിക്യൂളിൻ്റെ എനർജി എന്ന് പറയുന്നത് ഹാഫ് KBT ഇൻ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ഒരു മോളിക്യൂളിൻ്റെ എനർജി ഹാഫ് KBT, ഒരു മോളിൻ്റെ എനർജി ഹാഫ് RT ആണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതെപ്പോഴും ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഡെഫിനിഷൻ ഓർമ്മ വന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിച്ചാൽ മതി. ഒരു ബെഞ്ചിൽ 3 ആളിരിക്കുന്നു. അറ്റത്തിരിക്കുന്ന ആൾക്കാർക്ക് 3 തരത്തിൽ മൂവ് ചെയ്യാം, നടുവിലിരിക്കുന്ന ആൾക്ക് 2 തരത്തിലേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ്, ആ ഒരു സെൻസ് തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 തരത്തിലാണുള്ളത്. ഒന്ന് ട്രാൻസ്ലേഷൻ. അതിപ്പോൾ നമ്മൾ മെക്കാനിക്സിൽ അറിയാലോ, 3 തരം മൂവ്മെൻറ്റ് ഒരു പാർട്ടിക്കിൾ പോസിബിൾ ആയിട്ടുള്ളൂ. ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ ആൻഡ് വൺ മോർ ഇസ് വൈബ്രേഷൻ. ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, വൈബ്രേഷൻ. ഈ 3 പേരുടെയും ട്രാൻസ്ലേഷണൽ ഡിഗ്രിയുടെയും റൊട്ടേഷണൽ ഡിഗ്രിയുടെയും വൈബ്രേഷണൽ ഡിഗ്രിയുടെയും സമ്മായിരിക്കും ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിനി ഓരോ ഗ്യാസുകളുടെ മോണോ അറ്റോമിക്, ഡയറ്റോമിക്, ട്രയറ്റോമിക്, അങ്ങനെ ഓരോരുത്തരുടെ ആയിട്ട് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ഒരു ഇക്വേഷൻ, അല്ലെങ്കിൽ അവരുടെ നമ്പർ ഓഫ് ഡിഗ്രീസ് എത്രയാണ്, ആ നമ്പർ ഓഫ് ഡിഗ്രീസ് വെച്ചുകൊണ്ട് അവരുടെ ടോട്ടൽ എനർജി എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കാണാം. അതിലേക്കൊന്ന് കടക്കുന്നതിന് മുമ്പ് പറയുകയാണ്, അത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മക്കളെ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നോക്കിക്കോ, നമുക്ക് ആദ്യം തന്നെ മോണോ അറ്റോമിക്കിൽ നിന്ന് അങ്ങ് തുടങ്ങാം. മോണോ അറ്റോമിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ ഒക്കെ ഒരു മോണോ അറ്റോമിക് മോളിക്യൂൾസ് ആണ്. അപ്പോൾ അതുപോലെയുള്ള ഏതോ ഒരു മോണോ അറ്റോമിക് മോളിക്യൂളിനെയാണ് നമ്മൾ എടുക്കുന്നത്. ആ മോണോ അറ്റോമിക് മോളിക്യൂളിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനൊരു മോണോ അറ്റോമിക് മോളിക്യൂൾ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഏതൊക്കെ തരത്തിൽ മൂവ് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ഉറപ്പിച്ചോ, ഇവിടെ വൈബ്രേഷനോ റൊട്ടേഷനോ പോസിബിൾ അല്ല. കാരണം വൈബ്രേഷനും റൊട്ടേഷനും നടക്കണമെന്നുണ്ടെങ്കിൽ മിനിമം എത്ര ആൾക്കാർ വേണം? 2 ആൾക്കാർ വേണം. കാരണം വൈബ്രേഷൻ ആയാലും റൊട്ടേഷൻ ആയാലും ഇറ്റ് ഷുഡ് ബി വിത്ത് റെസ്പെക്ട് ടു എ ഫിക്സഡ് പോയിന്റ്. അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിന് മറ്റേ പാർട്ടിക്കിളിനെ ബേസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യാനോ പറ്റുള്ളൂ. ഇവിടെ ഒരു ഒറ്റ ആളുള്ള ഒരു മോളിക്യൂളിൽ അപ്പോൾ എന്ത് നടക്കില്ല? വൈബ്രേഷൻ നടക്കില്ല, റൊട്ടേഷൻ നടക്കില്ല. അപ്പോൾ ഇവിടെ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ട്രാൻസ്ലേഷനും റൊട്ടേഷനും വൈബ്രേഷനും ഇല്ലാത്തതുകൊണ്ട് ട്രാൻസ്ലേഷണൽ മോഷൻ മാത്രമേ ഇതിന് പോസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അത് എത്ര ഡയറക്ഷനിൽ? എക്സിൽ, വൈയിൽ, സെഡിൽ. സോ ദ ടോട്ടൽ അവൈലബിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ആര് മാത്രമാണ്? ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രമാണ്. അത് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. സോ എ മോണോ അറ്റോമിക് gas molecule is having a total of 3 degrees of freedom. It can have a motion along x-axis, y-axis and z-axis. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു മോളിക്യൂളിൻ്റെ എനർജി നമുക്കറിയാലോ. ഒരു മോളിക്യൂളിന് 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലുള്ള എനർജി എന്ന് പറയുന്നത് ഹാഫ് KBT ആണ്. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടതാണ്. 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ഹാഫ് KBT, അതായത് എലോങ് എക്സ് ഒരു ഹാഫ് KBT ഉണ്ടാവും, എലോങ് വൈ ഒരു ഹാഫ് KBT ഉണ്ടാവും, എലോങ് സെഡ് ഒരു ഹാഫ് KBT ഉണ്ടാവും. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂളിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് എത്രയായിട്ട് എഴുതാം? ടോട്ടൽ എനർജി ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ ഈസ് റിട്ടൺ ആസ് E ഈക്വൽ ടു സ്മോൾ E0 എന്ന് എഴുതിക്കോ. E0 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു KBT. ഇത് ഒരാളുടെ ഇൻറ്റു 3 അല്ലേ വരുന്നത്. സോ ടോട്ടൽ എനർജി ഓഫ് 1 മോണോ അറ്റോമിക് മോളിക്യൂൾ ഈക്വൽ ടു 3/2 KBT. ഇതാരുടെയാണ്? 1 മോളിക്യൂളിൻ്റെ എനർജിയാണ്. ഒരു മോളിക്യൂളിന് ഇത്ര എനർജി ഉണ്ടെങ്കിൽ മക്കളെ, ഒരു മോളിൻ്റെ എനർജി എത്ര വരും?
ഒരു മോളിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ 3/2 kBT ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്ന് വരും. സോ അതെത്രയാണ്? 3/2 RT. ദാറ്റ് ഈസ് ഫോർ 1 mole of the substance. ഒരു മോളിൻ്റെ എനർജി, ദ എനർജി പൊസസ്ഡ് ബൈ 1 mole ഓഫ് ദ മോണോഅറ്റോമിക് ഗ്യാസ് ഇസ് ഈക്വൽ ടു 3/2 RT. ഒരു മോളിൻ്റെ ടോട്ടൽ എനർജിയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? ഇൻറ്റേർണൽ എനർജി ഓഫ് 1 മോളിക്യൂൾ. ഇതാണ് ഒരു മോളിക്യൂളിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി 3/2 RT ആണ്. സോ നമുക്ക് അതിനെ എന്തായിട്ട് വിളിക്കാം? ആ ഒരു മോളിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാലും ഒരു മോളിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാലും രണ്ടും സെയിം അല്ലേ? സോ ഇൻറ്റേർണൽ എനർജി ഓഫ് 1 mole ഓഫ് ദ മോണോഅറ്റോമിക് ഗ്യാസ് ഈക്വൽ ടു 3/2 RT എന്ന് കിട്ടും. നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചൊരു കാര്യമുണ്ടല്ലോ, എന്താണ്? സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഈക്വൽ ടു du/dt ഫോർ 1 mole ഓഫ് ദ സബ്സ്റ്റൻസ്. തെർമോഡൈനാമിക്സ് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ CV ഈക്വൽ ടു du/dt ആണെങ്കിൽ ഇവിടെ നമുക്ക് CVയുടെ വാല്യൂ എത്ര വരും? d/dt ഓഫ് 3/2 RT എന്ന് കിട്ടും. d/dt ഓഫ് t എന്ന് പറഞ്ഞാൽ എത്രയല്ല? 1 അല്ലേ? അപ്പോൾ ഇതെത്ര വരും? CV ഈക്വൽ ടു 3/2 R എന്ന് കിട്ടും. സോ ദാറ്റ് മീൻസ് ദ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഫോർ എ മോണോഅറ്റോമിക് ഗ്യാസ് ഈക്വൽ ടു 3/2 R എന്ന് കിട്ടും. നമുക്ക് മേയേഴ്സ് തിയറം പഠിച്ച ഓർമ്മയുണ്ടാവും. എന്താണ്? CP മൈനസ് CV ഈക്വൽ ടു R ആണ്. സോ CP ഈക്വൽ ടു CV പ്ലസ് R. CV പ്ലസ് R എന്ന് പറയുമ്പോൾ 3/2 R പ്ലസ് R, ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 R എന്ന് വരും. സോ CV ഈക്വൽ ടു 3/2 R എന്ന് പറഞ്ഞ പോലെ CP ഈക്വൽ ടു 5/2 R എന്ന് കിട്ടി. CP അതായത് അഡയബാറ്റിക് എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് ഗാമ ഈക്വൽ ടു എത്രയാണ്? CP ഡിവൈഡഡ് ബൈ CV, ദാറ്റ് ഈസ് 5/2 R divided by 3/2 R, and that is equal to 5/3. This is a value that has to be by hearted. So for any monoatomic gas, the adiabatic expansion coefficient is equal to 5/3. മറക്കരുത്, പ്രധാനപ്പെട്ടതാണ്. ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ മോണോഅറ്റോമിക് ഗ്യാസിനെ മാത്രമാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ അതിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 3 ട്രാൻസ്ലേഷനാണ്. അപ്പോൾ 3 ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ എനർജി, ഒരു മോളിക്യൂളിൻ്റെ ടോട്ടൽ എനർജി 3/2 kBT, ഒരു മോളിൻ്റെ 3/2 RT വരും. ആ ഒരു മോളിൻ്റെ എനർജിയാണ് നമ്മൾ എന്തായിട്ട് എടുത്തത്? ഇൻറ്റേർണൽ എനർജി ആയിട്ട് എടുത്തത്. ഇനിയിപ്പോൾ അടുത്ത് മോണോഅറ്റോമിക് കഴിഞ്ഞാൽ നമുക്കിനിപ്പോൾ ആരെയാണ് കാണേണ്ടത്? നാച്ചുറലി ഡയറ്റോമിക് മോളിക്യൂളിനെയാണ് നമുക്ക് കാണേണ്ടത്. വി ഹാവ് ടു കൺസിഡർ ഡയറ്റോമിക് മോളിക്യൂൾസ്. അപ്പോൾ ഡയറ്റോമിക് മോളിക്യൂൾസ് തന്നെ 2 തരത്തിലുള്ള മോളിക്യൂൾസ് ഉണ്ട്. റിജിഡ് ആയിട്ടുള്ള മോളിക്യൂൾസും ഉണ്ട്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മോളിക്യൂളും ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം കാണേണ്ടത് റിജിഡ് മോളിക്യൂളിനെയാണ്. ഇനീഷ്യലി ഐ ആം കൺസിഡറിങ് റിജിഡ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ വൈബ്രേഷൻ പോസിബിൾ അല്ല. അപ്പോൾ വൈബ്രേറ്ററി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇല്ലാത്ത ഡയറ്റോമിക് മോളിക്യൂൾസും ഉണ്ട്, വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള ഗ്യാസ് മോളിക്യൂൾസും ഉണ്ട്. സോ നോർമലി നിങ്ങൾക്കൊരു ഗ്യാസ് മോളിക്യൂൾ തരുകയാണെങ്കിൽ അവിടെ വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കൺസിഡർ ചെയ്യേണ്ട. ഇഫ് ഇറ്റ് ഹാസ് ടു ബി കൺസിഡേർഡ്, അത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നോർമലി ഹൈഡ്രജൻ എന്തെന്നു, അത് വൈബ്രേഷൻ കൺസിഡർ ചെയ്യണോ? ഡൗട്ട് വേണ്ട, കൺസിഡർ ചെയ്യേണ്ട കാര്യമേ ഇല്ല. കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെ പറയും ഹൈഡ്രജൻ ഹാസ് ദിസ് മച്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻ വൈബ്രേഷൻ എന്നവിടെ പറയും. അല്ലെങ്കിൽ കൺസിഡർ ദ വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ഹൈഡ്രജൻ എന്നും പറയും. അപ്പോൾ അത് ചെയ്യാനുള്ള വഴി നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിജിഡ് മോളിക്യൂൾസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ റിജിഡ് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ സം മോളിക്യൂൾ AB, ഇതിന് ഉറപ്പായിട്ടും 3 ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാവും. കാരണം ഇതിന് X ആക്സിസിൽ മൂവ് ചെയ്യാം, Y ആക്സിസിൽ മൂവ് ചെയ്യാം, Z ആക്സിസിൽ മൂവ് ചെയ്യാം. സോ ഇറ്റ് ഹാസ് ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈക്വൽ ടു 3. എത്ര റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ ഉണ്ടാവും? റൊട്ടേഷൻ ഇവിടെ പോസിബിൾ ആണ്. ഇവൻ 2 ആൾക്കാരുണ്ടെങ്കിൽ റൊട്ടേഷൻ നടക്കുമല്ലോ. ഇവിടെ എയെ ഫിക്സഡ് പോയിന്റ് ആക്കി വെച്ചുകൊണ്ട് ബിക്കും റൊട്ടേറ്റ് ചെയ്യാം, ബിയെ ഫിക്സഡ് ആക്കി വെച്ചുകൊണ്ട് എക്കും റൊട്ടേറ്റ് ചെയ്യാം. സോ ദർ ആർ 2 rotations possible. So number of rotational degree of freedom equal to 2. അപ്പോൾ മൊത്തം എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അവിടെ അവൈലബിൾ ആണ്. 5 ഡിഗ്രിയേ ഉള്ളൂ വിത്തൗട്ട് കൺസിഡറിങ് ദ വൈബ്രേഷൻ. വൈബ്രേഷൻ ഇവിടെ ഇല്ല, റിജിഡ് മോളിക്യൂളാണ്. അപ്പോൾ 5 ആണെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ എനർജി എത്ര വരും മക്കളെ? 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ½ kBT, 5 ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലേ? അപ്പോൾ ടോട്ടൽ എനർജി എത്ര വരും? 5/2 kBT. ഇതാരുടെയാണ്? 1 മോളിക്യൂളിൻ്റെയാണ്. അപ്പോൾ ഒരു മോളിക്യൂളിന് 5/2 kBT ഉണ്ടെങ്കിൽ ഫോർ 1 മോൾ ഓഫ് ദ സബ്സ്റ്റൻസ് എത്ര വന്നു? 5/2 kBT ഇൻറ്റു
NA എന്ന് വരും, അല്ലെങ്കിൽ അത് എത്രയാണ് 5/2 RT എന്ന് കിട്ടും. ഇത് 1 മോളിക്യൂൾ, ഇത് 1 മോൾ. വീണ്ടും അവിടെ എഴുതേണ്ട കാര്യമില്ലല്ലോ, ഓൾറെഡി കഴിഞ്ഞ കേസിൽ നമ്മൾ എഴുതിയതല്ലേ. അതായത് നമുക്ക് കിട്ടിയത് എന്താണ്, ഇൻറ്റേർണൽ എനർജി ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ ഈക്വൽ ടു 5/2 RT എന്ന് വരും. ഇൻറ്റേർണൽ എനർജി 5/2 RT ആണെങ്കിൽ അവിടുത്തെ du/dt എന്ന് പറഞ്ഞാൽ എത്ര വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 R എന്നല്ലേ വരിക. നേരത്തെ ചെയ്ത പോലെ ഒരു തവണ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, du/dt ഈക്വൽ ടു 5/2 R. ഈ du/dt എന്ന് പറഞ്ഞാൽ ആരാണ്, ദാറ്റ് ഈസ് ദ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഈക്വൽ ടു 5/2 R എന്ന് കിട്ടും. ഈ സി വിയുടെ വാല്യൂ 5/2 R ആണെങ്കിൽ സി പി ഈക്വൽ ടു എത്രയാണ്, സി വി പ്ലസ് ആർ എന്ന് വരും. ദാറ്റ് ഈസ് സി പി ഈക്വൽ ടു 5/2 R പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 7/2 R അല്ലേ, 7/2 R എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സി പിയുടെ വാല്യൂ കിട്ടി, സി വിയുടെ വാല്യൂ കിട്ടി. സോ ദാറ്റ് മീൻസ് അഡബാറ്റിക് എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് സി പി ഡിവൈഡഡ് ബൈ സി വി ഈക്വൽ ടു 7/2 R ഡിവൈഡഡ് ബൈ 5/2 R വിച്ച് ഈസ് ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഗാമ ഈക്വൽ ടു 7/5 ആണ് ആർക്ക്, ഡയറ്റോമിക് റിജിഡ് മോളിക്യൂൾ. ഓർമ്മിച്ച് വെക്കണം, അത്യാവശ്യം വരുന്ന വാല്യൂ ആണ്. ഇത് ആരുടെ മാത്രമാണ്, റിജിഡ് മോളിക്യൂൾസിൻ്റെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡയറ്റോമിക് മോളിക്യൂൾസ് വേർ ദ വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് പോസിബിൾ. അങ്ങനെ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ഇഫ് യു ആർ കൺസിഡറിങ് ഫ്ലെക്സിബിൾ ഡയറ്റോമിക് മോളിക്യൂൾ വേർ ദ വൈബ്രേഷണൽ ഡിഗ്രി ഈസ് പോസിബിൾ, അപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മോളിക്യൂൾസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ട്രാൻസ്ലേഷണൽ ഡിഗ്രി എത്രയുണ്ട്, 3 ഉണ്ട്. റൊട്ടേഷണൽ ഡിഗ്രി എത്രയുണ്ട്, 2 ഉണ്ട്. പിന്നെ വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കണം. ഇവിടെ നമ്മൾ എടുക്കുന്ന അതേ ഡയറ്റോമിക് മോളിക്യൂൾ എടുത്തു. ഈ എ ബി എന്ന് പറയുന്ന ഡയറ്റോമിക് മോളിക്യൂളിൽ വൈബ്രേഷണൽ ഡിഗ്രി ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എത്ര വൈബ്രേഷൻ നടക്കാം? ഇത് സ്പ്രിങ് സിസ്റ്റം പോലെയൊന്നും അല്ല. ഇവിടെ വൈബ്രേഷൻ നടക്കുകയാണെങ്കിൽ ഈ 2 പേരും, ഇത് അവരുടെ ബോണ്ടാണ്, വിത്ത് റെസ്പെക്ട് ടു ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ബോണ്ട്. അത് എവിടെയാണെന്ന് അറിയില്ല. ഇതിൻ്റെ മാസ് ഈക്വൽ ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് സെൻട്രലായിരിക്കും. സോ വിത്ത് റെസ്പെക്ട് ടു ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ മോളിക്കുലാർ സിസ്റ്റം ദേ വിൽ ബി വൈബ്രേറ്റിംഗ് ടുഗദർ. അതായത് എ തനിച്ചോ അല്ലെങ്കിൽ ബി തനിച്ചോ അല്ല മക്കളെ വൈബ്രേറ്റ് ചെയ്യുക. ദേ വിൽ ബി ഓൾവേസ് വൈബ്രേറ്റിംഗ് ടുഗദർ. ഓരോരുത്തരും ഇവർ 2 പേരും ഒന്നിച്ചാണ്. അല്ലാതെ എനെ ഫിക്സഡ് ആക്കി വെച്ചുകൊണ്ട് ബിയോ അല്ലെങ്കിൽ ബി എ ഫിക്സഡ് ആക്കി വെച്ചുകൊണ്ട് എയോ അല്ല വൈബ്രേറ്റ് ചെയ്യുക. ദേ വിൽ ബി വൈബ്രേറ്റിംഗ് ടുഗദർ ആസ് എ സിംഗിൾ സിസ്റ്റം. ഇങ്ങനെയായിരിക്കും അവർ വൈബ്രേറ്റ് ചെയ്യുക. സോ നമ്പർ ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട് മക്കളെ? 1 അല്ലേ? ഒരൊറ്റ വൈബ്രേഷൻ അല്ലേ അവർ നടക്കുള്ളൂ. ഇവർ 2 പേരും സൈമിൾട്ടേനിയസ് ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ഒന്നിച്ച്. അല്ലാണ്ട് ഒരാൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്പർ ഓഫ് വൈബ്രേഷൻ 1 ആണ്. പക്ഷേ നമ്പർ ഓഫ് വൈബ്രേഷൻ 1 ആണെങ്കിലും 2 പേര് മൂവ് ചെയ്യുന്നില്ലേ? എയും മൂവ് ചെയ്യുന്നുണ്ട്, ബിയും മൂവ് ചെയ്യുന്നുണ്ട്. അതായത് അവിടെ 2 പേർക്കും കൈനറ്റിക് എനർജി ഉണ്ട്, അല്ലാണ്ട് ഒരാൾക്ക് മാത്രമല്ല. അപ്പോൾ നമ്പർ ഓഫ് വൈബ്രേഷൻ 1 ആണെങ്കിൽ അവിടെ 2 കൈനറ്റിക് എനർജി 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സോ ദാറ്റ് മീൻസ് നമ്പർ ഓഫ് വൈബ്രേഷൻ ഈസ് 1 മീൻസ് ദ നമ്പർ ഓഫ് വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈക്വൽ ടു 2. ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അത് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. കാരണം 2 ആൾക്കാർ മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതൊരൊറ്റ വൈബ്രേഷനാണ്, ഇങ്ങോട്ടുമുള്ള ഒരൊറ്റ വൈബ്രേഷനാണ്. പക്ഷേ ആ ഒരൊറ്റ വൈബ്രേഷനിൽ തന്നെ 2 പേര് മൂവ് ചെയ്യുന്നുണ്ട്. അതായത് കൈനറ്റിക് എനർജി, വൈബ്രേഷണൽ ഡിഗ്രിക്ക് കിട്ടിയിട്ടുള്ള കൈനറ്റിക് എനർജി 2 പേർക്കായിട്ടാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തത്. 2 ആൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അതായത് ഇഫ് ദർ ആർ n നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഹാപ്പനിങ് ദർ വിൽ ബി 2n നമ്പർ ഓഫ് വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. മറക്കരുത്, പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇവിടുന്ന് 2 എണ്ണം വന്നതെന്നൊരു ഡൗട്ട് വരും. ചിലർ ചോദിക്കും ഇതിപ്പോൾ എയും ബിയും 2 ആൾ മൂവ് ചെയ്യുന്നതുകൊണ്ടാണോ ചോദിക്കും. 2 ആൾ മൂവ് ചെയ്യുന്നതുകൊണ്ടല്ല, നമ്പർ ഓഫ് വൈബ്രേഷൻ ഇവിടെ 1 ഉള്ളൂ. അല്ല 2 വൈബ്രേഷൻ ഇല്ല, ഒറ്റ വൈബ്രേഷനേ ഉള്ളൂ. ബട്ട് 1 vibration involves the division of kinetic energy between these 2 molecules in equal magnitude. അതുകൊണ്ടാണ് നമ്മൾ 1 vibration എന്ന് പറയുന്നത് 2 degrees of freedom in vibration ആണെന്ന് പറയാൻ കാരണം. അപ്പോൾ വൈബ്രേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആയി. സോ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര വന്നു? 3 2 5 2 7 3. അപ്പോൾ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 7 ആണ്. ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 7 ആണെങ്കിൽ അവിടെ ഒരു മോളിക്യൂളിൻ്റെ എനർജി എത്ര വന്നു? എത്രയാ? 5 അല്ലല്ലോ, 7 അല്ലേ? 7/2 kBT എന്ന് വന്നു. അപ്പോൾ ഒരു മോളിൻ്റെ എനർജി എത്ര വന്നു? 7/2 kBT. ഒരു മോളിക്യൂളിൻ്റെ ആണെങ്കിൽ 7/2 RT ആയിരിക്കും ഒരു മോളിൻ്റെ. അത് വീണ്ടും ഞാൻ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ആരായിട്ട് വരുന്നത്? ഇൻറ്റേർണൽ എനർജി ആയിട്ട് വരുന്നത്. സോ ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു 7/2 RT എന്ന് കിട്ടും. ദാറ്റ് മീൻസ് CV ഈക്വൽ ടു DU ഡിവൈഡഡ് ബൈ DT ഈക്വൽ ടു 7/2 R. CV 7/2 R ആണെങ്കിൽ
CP എന്ന് പറയുന്നത് 9/2R വരും. സോ അഡയാബാറ്റിക് എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ഈക്വൽ ടു 9/7 എന്ന് വരും ഫോർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഫോർ ഡയറ്റോമിക് മോളിക്യൂൾസ് വിച്ച് ഇൻവോൾവ്സ് ദ വൈബ്രേഷൻ. ഓക്കെ, അപ്പോൾ വൈബ്രേഷൻ ഇല്ലെങ്കിൽ ഇത്രയേ വരുള്ളൂ 7/5. ഇതാണ് കൂടുതൽ നമുക്ക് ആവശ്യം വരിക കേട്ടോ. മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മോളിക്യൂളിനേക്കാൾ പൊതുവേ നമുക്ക് ക്വസ്റ്റ്യനിലൊക്കെ വരുന്നത് റിജിഡ് മോളിക്യൂളാണ്. അതിൻ്റെ ഗാമയുടെ വാല്യൂ വരുന്നത് 7/5 ആണ്. ഈ ഗാമയാണ് നമ്മളെവിടെ യൂസ് ചെയ്യുന്നത്? അഡയാബാറ്റിക് പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത്. PV⁻γ ഈസ് കോൺസ്റ്റന്റ് എഴുതുമല്ലോ, ആ ഗാമ തന്നെയാണ് ഈ ഗാമ, യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ മോണോആറ്റോമിക് മോളിക്യൂൾ പറഞ്ഞു, ഡയറ്റോമിക് മോളിക്യൂളിലെ 2 ടൈപ്പ് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് എന്തിലേക്ക് പോവാം? ട്രയറ്റോമിക് മോളിക്യൂളിലേക്ക് പോവാം. ട്രയറ്റോമിക് മോളിക്യൂളിലും ഇതുപോലെ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അത് പക്ഷേ റിജിഡ് ഫ്ലെക്സിബിൾ അല്ല, ലീനിയർ ആൻഡ് നോൺ ലീനിയർ മോളിക്യൂൾസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ട്രയറ്റോമിക് മോളിക്യൂളിൽ നമുക്ക് നോൺ ലീനിയർ മോളിക്യൂൾ വെച്ച് തന്നെ തുടങ്ങാം. ട്രയറ്റോമിക്, അതിൽ ഒന്നാമത്തെ നോൺ ലീനിയർ മോളിക്യൂൾ. നോൺ ലീനിയർ മോളിക്യൂൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുക. 3 മോളിക്യൂൾസ് ഉണ്ടാവും, ഇരിക്കുന്നു. 3 ആൾക്കാർ A, B, C. ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് എഴുതി നോക്കാം. ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം, അതിലൊരു സംശയം വേണ്ട, എത്ര ഉണ്ടാവുള്ളൂ? 3 ഉണ്ടാവുള്ളൂ. പിന്നെ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര ഉണ്ടാവും? നമ്പർ ഓഫ് റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എത്ര റൊട്ടേഷൻ നടക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഈ ബീനെ ബേസ് ചെയ്തുകൊണ്ട് എക്കും റൊട്ടേറ്റ് ചെയ്യാം, സിക്കും റൊട്ടേറ്റ് ചെയ്യാം. സോ വിത്ത് റെസ്പെക്ട് ടു ബി എയും റൊട്ടേറ്റ് ചെയ്യും, ബിയും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ 2 റൊട്ടേഷൻ അല്ലേ പോസിബിൾ ആയിട്ടുള്ളൂ എന്ന് ഡൗട്ട് വരും. 2 അല്ല, 3 റൊട്ടേഷൻ അവിടെ പോസിബിൾ ആണ്. അതായത് A ആൻഡ് C വിൽ ബി റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് ദ മോളിക്യൂൾ B വിൽ ബി റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു A ആൻഡ് C. അതായത് ഇതിപ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, നമ്മൾ എ എന്ന് എഴുതിയ പോലെയല്ലേ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ എയും സിയും എനെയും സീനെയും ബേസ് ചെയ്തുകൊണ്ട് ആര് റൊട്ടേറ്റ് ചെയ്യും? ബി എന്ന് പറയുന്ന നടുവിലെ മോളിക്യൂൾ ഇങ്ങനെ ഔട്ട് ഓഫ് ദ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യും. അതായത് ഇത് രണ്ടും ഫിക്സഡ് പോയിന്റ് ആണ്. ഞാനിപ്പോൾ ഈ 2 ഇങ്ങനെ വെച്ചിട്ട് ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുമല്ലോ, ലൈക്ക് ദിസ്. ഞാനത് പറയുന്നത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല, അതുകൊണ്ട് ഒന്നുകൂടെ പറയാം. അപ്പോൾ ഇത് നമ്മുടെ എ എന്ന് പറയുന്ന മോളിക്യൂളാണ്, ഇത് സി ആണ്, ഇതാണ് ബി. അപ്പോൾ എയും ബിയും ഓൾറെഡി റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയി. ഒരെണ്ണം കൂടെ ഉള്ളത് ഈ ബി എന്ന് പറയുന്ന ആളുടെയാണ്. ബി എന്താ ചെയ്യുന്നത്? ഈ വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് ബി അത് ഈ രീതിയിൽ ഇങ്ങോട്ടേക്ക് പുറത്തേക്കോ അല്ലെങ്കിൽ ഉള്ളിലേക്കോ റൊട്ടേറ്റ് ചെയ്യും. സോ അവിടെ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് റൊട്ടേഷനിൽ? എയുടെ റൊട്ടേഷൻ, സിയുടെ റൊട്ടേഷൻ, ബിയുടെ റൊട്ടേഷൻ. സോ ടോട്ടൽ നമ്പർ ഓഫ് റൊട്ടേഷണൽ ഡിഗ്രീസ് ഈക്വൽ ടു 3. പിന്നെ ട്രയറ്റോമിക് നോൺ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കില്ല? വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കില്ല. ഇവിടെ വൈബ്രേഷൻ പോസിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ അല്ല കൊടുത്തിട്ടുള്ളത്. ഇവിടെ എക്കും ബിക്കും കൂടെ ഒന്നിച്ച് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ബി ഈസ് ബോണ്ടഡ് ടു സി. അതേപോലെ തന്നെ സിക്കും ബിക്കും കൂടെ ഒന്നിച്ച് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ബി ഈസ് ബോണ്ടഡ് ടു എ. സോ ഇവിടെ നോൺ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ വൈബ്രേഷൻ പോസിബിൾ അല്ല. സോ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ് മക്കളെ വരുന്നത്? 6 അല്ലേ വരുന്നത്. ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 6 ആണെങ്കിൽ എനർജി ഓഫ് 1 മോളിക്യൂൾ ഈക്വൽ ടു 6/2 kBt എന്ന് വരും. 6/2 kBt എന്ന് പറഞ്ഞാൽ അതിനെ 3 kBt എന്ന് എഴുതിയാൽ മതിയല്ലോ, കൂടുതൽ അങ്ങനെ കാര്യമില്ലല്ലോ. അപ്പോൾ 1 മോളിൻ്റെ എനർജി എത്ര വരും? 3 RT എന്ന് കിട്ടും നമുക്ക്. 3/3 kBt ആണെങ്കിൽ ഫോർ 1 മോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 3 RT. അപ്പോൾ ഇൻറ്റേർണൽ എനർജി ഈക്വൽ ടു 3 RT എന്ന് കിട്ടും. ദാറ്റ് മീൻസ് CV ഈക്വൽ ടു du/dt ഈക്വൽ ടു 3R. CV 3R ആണെങ്കിൽ CPയുടെ വാല്യൂ എത്രയാണ്? 4R അല്ലേ. അപ്പോൾ ഗാമ ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 4/3 എന്ന് കിട്ടും. ട്രയറ്റോമിക് നോൺ ലീനിയർ മോളിക്യൂൾ. നമുക്കിനി അതിൽ ട്രയറ്റോമിക്കിൽ ഇനി അടുത്ത് കാണേണ്ടത് ആരെയാണ്? ലീനിയർ നോൺ ലീനിയർ മോളിക്യൂളിനെ കണ്ട സ്ഥിതിക്ക് ഇനി ആരെയും കൂടെ കാണാം? ട്രയറ്റോമിക് ലീനിയർ മോളിക്യൂളിനെയും കൂടി കാണാം. ലീനിയർ ആയിട്ടുള്ള മോളിക്യൂൾ. ലീനിയർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ താഴേതാണ്ട് ഇതുപോലെ ഇരിക്കും. A, B and C ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് മൾട്ടിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും ഒട്ടുമിക്കവാറും എല്ലാ ട്രയറ്റോമിക് ലീനിയർ മോളിക്യൂൾസും. ഇവിടെ പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരുന്ന് തന്നെ പറഞ്ഞു തുടങ്ങിക്കോ. ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര വരും? 3 വരും. അതുപോലെ തന്നെ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര വരും? നമ്പർ ഓഫ് റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ ബിക്ക് ഒരിക്കലും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല, കണ്ടാലും അറിയാം, സ്ട്രക്ചർ കാണുമ്പോൾ അറിയാലോ. എ ക്യാൻ റൊട്ടേറ്റ് വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് സി ക്യാൻ റൊട്ടേറ്റ് വിത്ത് റെസ്പെക്ട് ടു ബി. സോ നമ്പർ ഓഫ് റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വൽ ടു 2. ഇവിടെ വൈബ്രേഷൻ പോസിബിൾ ആണ്. എത്ര വൈബ്രേഷൻ നടക്കും എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ബിക്ക് ഒരിക്കലും വൈബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഈക്വലി ബോണ്ടഡ് വിത്ത് എ ആൻഡ് സി.
അപ്പോൾ ഇവിടെ നടക്കുന്ന വൈബ്രേഷൻ എങ്ങനെയായിരിക്കാം? ബി എന്ന് പറയുന്നതിനെ സെൻറ്റർ പോയിന്റ് ആക്കി വെച്ചുകൊണ്ട് എ ആൻഡ് സി വിൽ ബി വൈബ്രേറ്റിംഗ് ടുഗദർ, വിച്ച് മീൻസ് നമ്പർ ഓഫ് വൈബ്രേഷൻ ഇവിടെ എത്രയാണ് മക്കളെ? ഒരു വൈബ്രേഷനാണ് ഇവിടെ നടക്കുന്നത്. അതായത് സൈമുൾട്ടേനിയസ് വൈബ്രേഷൻ ഓഫ് എ ആസ് വെൽ ആസ് സി. സോ നമ്പർ ഓഫ് വൈബ്രേഷൻ 1 ആണെങ്കിൽ അവിടുത്തെ വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്? 2 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എത്ര വന്നു? 3 + 2 + 2 3 2 5 2 7 വന്നു. F7 ആണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതല്ലേ. അതായത് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 7 ആണെങ്കിൽ അവിടുത്തെ ഗാമയുടെ വാല്യൂ വരുന്നത് എത്രയാണ്? 9/7 ആണ്. നമ്മൾ തൊട്ട് മുമ്പത്തെ കേസിൽ കണ്ടതുകൊണ്ട് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 7 ആണെങ്കിൽ ഇതേപോലെ തന്നെ ബാക്കി കാൽക്കുലേഷനൊക്കെ വരിക. ഓക്കെ, അപ്പോൾ ട്രയറ്റോമിക് വരെ നമ്മൾ കണ്ടു. ഇനി മക്കളെ നമുക്ക് മോണോ ഡയാ ട്രയ ഒക്കെ നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് കണ്ടു. ഇനി ഇതിനെല്ലാത്തിനും ഒരു കോമൺ ഇക്വേഷൻ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ആദ്യത്തെയും തുടങ്ങാം, മോണോ അറ്റോമിക്കും തുടങ്ങാം. ഇവിടെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണെങ്കിൽ സി വിയുടെ വാല്യൂ എത്രയാണ് വന്നത്? 3/2 RT ആണ് വന്നത്. അടുത്ത കേസ് നോക്കി, ഡയറ്റോമിക്കിൽ റിജിഡ് ആണെങ്കിൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 വന്നപ്പോൾ സി വി 5/2 R വന്നു. അതുപോലെ തന്നെ ടോട്ടൽ എനർജി 5/2 RT വന്നു. ഇനി അടുത്ത് നമ്മൾ 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ അവിടെ 7/2 R വന്നു. അപ്പോൾ എനർജി ആണെങ്കിൽ 7/2 RT വന്നു. ഇനി അടുത്തത് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 6 ആണ്. അപ്പോൾ 6/2 RT. ഇതാണെങ്കിൽ അപ്പോൾ ടോട്ടൽ സി വിയുടെ വാല്യൂ എത്രയാണ് വന്നത്? 6/2 R വന്നു. അപ്പോൾ അവിടെയൊക്കെ ഒരു കോമൺ റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അത് നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാം? അതായത് കോമൺ റിലേഷൻ ഫോർ ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതാണ് നമുക്കിവിടെ ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ സപ്പോസ് ഒരു ഗ്യാസിൻ്റെ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈക്വൽ ടു എഫ് ആണെന്ന് വിചാരിക്കുക. എല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ടോട്ടൽ വാല്യൂ എഫ് ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വൽ ടു എഫ് ആണെങ്കിൽ എനർജി ഓഫ് വൺ മോളിക്യൂൾ ഈക്വൽ ടു F/2 kBT എന്ന് പറയും നമ്മൾ. ഇതേ കാര്യം തന്നെയായിട്ട് ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഞാൻ അതിനൊരു കോമൺ ഫോർമാറ്റ് ഉണ്ടാക്കുകയാണ്. അതേപോലെ എനർജി ഓഫ് 1 മോൾ എന്ത് വരും? ഇറ്റ് ഈസ് F/2 RT എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സി വിയുടെ വാല്യൂ എത്രയാണ് വന്നത്? F/2 R എന്ന് വരും. F/2 R. അപ്പോൾ സി പിയുടെ വാല്യൂ എത്ര കിട്ടും? F/2 R. സി പി ഈക്വൽ ടു സി വി പ്ലസ് ആർ അല്ലേ? F/2 R പ്ലസ് ആർ എന്ന് കിട്ടും. അപ്പോൾ സി പി കിട്ടി, സി വി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഗാമയ്ക്ക് നമുക്കൊരു കോമൺ ഇക്വേഷൻ ഉണ്ടാക്കിക്കൂടെ? ഗാമ ഈക്വൽ ടു എന്താ വരിക? F/2 + 1 ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ F/2 R. വെട്ടിപ്പോയില്ലേ? ആർ വെട്ടിപ്പോയി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ കോമൺ എക്സ്പ്രഷൻ ഫോർ ദ വാല്യൂ ഓഫ് ഗാമ? എന്താ മക്കളെ വരിക? ഇവിടെ ഒരു 2 + F ഡിവൈഡഡ് ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ F/2 എന്ന് വരും. ക്യാൻസലായി പോവാൻ ഇനി ആരാ ഉള്ളത്? ഒരു 1/2 ക്യാൻസലായി പോയില്ലേ? സോ വാട്ട് ഈസ് ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ ദ വാല്യൂ ഓഫ് ഗാമ ഇൻ ടേംസ് ഓഫ് ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വൽ ടു, ഇവിടെ ഗാമ ഈക്വൽ ടു 2 + F ഡിവൈഡഡ് ബൈ F. 2 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 2 + F/F, അല്ലെങ്കിൽ ഗാമ ഈക്വൽ ടു 1 + 2/F എന്ന് വരും. അനദർ ഫോർമുല വിച്ച് ഈസ് ടു ബി by hearted. 1 + 2/F. If there are F degrees of freedom, gamma equal to 1 + 2/F എന്നുള്ളത് മാത്രം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ മോണോ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലേ? അപ്പോൾ ഗാമയുടെ വാല്യൂ എന്താണ്? 1 + 2/3 5/3. ഡയറ്റോമിക് റിജിഡ് ആണെങ്കിൽ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ 1 + 2/5 7/5. ഇതേ മെത്തേഡാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി കുറേ കൂടെ നമ്മൾ വൈബ്രേഷനും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ഒരു കോമൺ ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ വൈബ്രേഷൻ കൺസിഡർ ചെയ്യാതെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. സോ ഇഫ് യു ആർ കൺസിഡറിങ് ദ വൈബ്രേഷൻ ഓൾസോ, ഇപ്പോൾ ഇതിലിപ്പോൾ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ എത്ര വൈബ്രേഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ നിങ്ങളോട് പറയാണ് മോണോ ഡയാ ട്രയ ഒന്നും അല്ലാതെ ഒരു പോളി അറ്റോമിക് മോളിക്യൂൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മീഥൈനൊക്കെ എടുത്തു കഴിഞ്ഞാൽ മീഥൈനൊക്കെ പോളി അറ്റോമിക് മോളിക്യൂളാണ്. അതുപോലെ ഏതോ ഒരു പോളി അറ്റോമിക് മോളിക്യൂൾ, ഇപ്പോൾ സൾഫർ ട്രയോക്സൈഡ് എന്ന് പറയുന്നത് SO3
എന്താണ് പോളി അറ്റോമിക് മോളിക്യൂളാണ്. അങ്ങനെ ഏതോ ഒരു പോളി അറ്റോമിക് മോളിക്യൂളിനെ നിങ്ങൾ എടുക്കുകയാണ്. മോണോ അല്ല, ഡയോ അല്ല, ട്രയോ അല്ല. അതിന് മാത്രമേ ഇപ്പോൾ ഈ മോണോ, ഡയോ, ട്രയോയ്ക്ക് മാത്രമേ നമ്മളിപ്പോൾ പറഞ്ഞ 1+2/f അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊന്നും അല്ല. അതൊരു പോളി അറ്റോമിക് മോളിക്യൂൾ തന്നാൽ യു ഹാവ് ഗിവൺ എ പോളി ആറ്റോമിക് മോളിക്യൂൾ. ഒരു പോളി അറ്റോമിക് മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം അതിന് എന്തായാലും ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ഉണ്ടാവുള്ളൂ മക്കളെ. അതേപോലെ തന്നെ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെങ്കിലും ട്രാൻസ്ലേഷൻ 3 എന്ന് പറഞ്ഞ പോലെ തന്നെ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും 3 തന്നെ ഉണ്ടാവുള്ളൂ. 3 ട്രാൻസ്ലേഷൻ, 3 റൊട്ടേഷൻ. ഇതേപോലെ തന്നെ നമ്പർ ഓഫ് വൈബ്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളോട് പറയാം ട്രാൻസ്ലേഷൻ 3, റൊട്ടേഷൻ 3 ഉള്ളത് അത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. ഇനി അവിടെ പറയാണ് നമ്പർ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് n ആണ്. There are n number of vibrations possible inside the molecule. That will be varying with respect to the number of molecules of the gas. അപ്പോൾ n വൈബ്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈക്വൽ ടു എത്ര വരും? 2n അല്ലേ വരിക? ഒരു വൈബ്രേഷന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം, 2 വൈബ്രേഷന് 4 ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ n വൈബ്രേഷന് 2n നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾ ഈക്വൽ ടു എത്ര വന്നു? 6 + 2n എന്ന് വന്നു. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വൽ ടു 6 + 2n. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 6 + 2n ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് CV? 6 + 2n. ഇതാണ് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. CV ഈക്വൽ ടു F/2R അല്ലേ? അപ്പോൾ /2 ഇൻറ്റു R എന്ന് വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും മക്കളെ? 3 + n ഇൻറ്റു R എന്ന് വരും. CV 3 + n ഇൻറ്റു R ആണെങ്കിൽ CPയുടെ വാല്യൂ എത്ര കിട്ടും? CP ഈക്വൽ ടു CV + R അല്ലേ വരിക? CV + R എടുത്തു കഴിഞ്ഞാൽ CP ഈക്വൽ ടു എത്ര കിട്ടും? 4 + n ഇൻറ്റു R എന്ന് വരും. സോ ദാറ്റ് ഈസ് ഗാമ ഈക്വൽ ടു CP/CV ഈക്വൽ ടു 4 + n / 3 + n. മറക്കരുത്, ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് വൈബ്രേഷൻസ് ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മ വേണം. അപ്പോൾ ദിസ് ഈസ് ദ ജനറൽ ഇക്വേഷൻ ഫോർ എ പോളി അറ്റോമിക് മോളിക്യൂൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങൾ ഒരു ഗ്യാസ് മോളിക്യൂളിൻ്റെ ടോട്ടൽ എനർജി, ആ ടോട്ടൽ എനർജിയുടെ പാർട്ടീഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഗ്യാസ് മോളിക്യൂളിൻ്റെ ടൈപ്പ് അനുസരിച്ച് എങ്ങനെ മാറുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഈ ടോപ്പിക്കാണ് ചാപ്റ്ററിലേക്ക് വെച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇതിൽ വരുന്ന ഈ വാല്യൂസ് എല്ലാം നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യം വരുന്നതാണ്. ഗാമയുടെ വാല്യൂ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പാർട്ടീഷൻ ഓഫ് എനർജി ആണെങ്കിലും അതെല്ലാം നമുക്ക് ആവശ്യം വരുന്നതാണ്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു ക്ലാസ്സും കൂടെ ഉണ്ട് ഈ ചാപ്റ്ററിൻ്റെ. കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മളുടെ നീറ്റ് സിലബസിലൊക്കെ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ബട്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഫുൾ ഫോർ JEE ഓർ യുവർ ബോർഡ് എക്സാമിനേഷൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.